കൊച്ചി ഗോശ്രീ പാലത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വൈപ്പിൻ ദ്വീപ് നിവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്ത്രീകൾ പാലത്തിലൂടെ പിന്നിലേക്ക് നടന്നും ഫുട്ബോൾ കളിച്ചുമായിരുന്നു പ്രതിഷേധം. ദ്വീപിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ ഫ്രാഗിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സമാന്തര പാലം ഉടൻ തുറന്നു നൽകുക, തിരക്കുള്ള സമയത്ത് കണ്ടെയ്നർ ഗതാഗതം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഗോശ്രീ രണ്ടാം പാലത്തിന്റെ സമാന്തര പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടന്നു വരികയാണ്. ഇതുമൂലം മണിക്കൂറുകളാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. വൈപ്പിനിൽ നിന്നും എറണാകുളം ഹൈക്കോർട്ട് ഭാഗത്തേക്കെത്താൻ നേരത്തെ 20 മിനിറ്റായിരുന്നു വേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ 1.5 മണിക്കൂർ വേണ്ടി വരുന്നതായി ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ പറയുന്നു. മൺസൂൺ ആയതുകൊണ്ടാണ് ഈ പണി പൂർത്തിയാകാത്തത് എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും ബന്ധപ്പെട്ട കരാറുകാരനും നമ്മളോട് സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, ജൂൺ ജൂലൈ മാസത്തിൽ മൺസൂൺ വന്നാൽ യാതൊരുവിധ റോഡ് പണികളും നടക്കില്ല എന്ന് സാധാരണ ആളുകൾക്ക് പോലും അറിയാം. യാതൊരു വിധത്തിലുള്ള കൃത്യമായ ആസൂത്രണവുമില്ലാതെ വൈപ്പിനിലെ ജനങ്ങളെ 60 ദിവസത്തിലും അധികമായി നരകിക്കാൻ വിട്ടുകൊടുത്ത NHAയുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രഥമമായ ആവശ്യം. സമാന്തര പാലത്തിലെ പണികൾ ആരംഭിച്ചിട്ട് 1.5 മാസം പിന്നിടുന്നു. ദേശീയപാത അതോറിറ്റിയും കരാറുകാരനും മെല്ലെപ്പോക്ക് സമീപനമാണ് തുടരുന്നതെന്നും ജനങ്ങൾ ആരോപിച്ചു. പണി നടക്കുന്ന പാലത്തിലൂടെ പിന്നിലോട്ട് നടന്നും പാലത്തിൽ ഫുട്ബോൾ കളിച്ചുമായിരുന്നു ജനങ്ങളുടെ പ്രതിഷേധം. അമൃത ന്യൂസ്, കൊച്ചി.